നമസ്കാരം. വിന്നേഴ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. എന്താണ് വർഗം? ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തെ ആ സംഖ്യയുടെ വർഗം എന്ന് വിളിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. 5ന്റെ വർഗം 5 സ്ക്വയർ. 5 ഇൻറ്റു 5 25. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തെ ആ സംഖ്യയുടെ വർഗം എന്ന് വിളിക്കുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണം കാണാം. 11ന്റെ വർഗം 11 ഇൻറ്റു 11 121. അപ്പൊ നമ്മളെല്ലാം പഠിച്ച വർഗം ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തെ ആ സംഖ്യയുടെ വർഗം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് വർഗമൂലം എന്താണെന്ന് കാണാം. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ 25 കിട്ടും. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ 25 കിട്ടും. അതായത് 25ന്റെ വർഗമൂലം 5. Therefore 25ന്റെ വർഗമൂലം 5. അതുപോലെ തന്നെ 11നെ 11 കൊണ്ട് ഗുണിച്ചാൽ 121 കിട്ടും. എത്ര കിട്ടും? 121 കിട്ടും. അപ്പൊ 121ന്റെ വർഗമൂലം എത്ര കിട്ടി? 11. അതുപോലെ മറ്റൊരു ഉദാഹരണം, 16ന്റെ വർഗമൂലം. 16ന്റെ വർഗമൂലം എത്രയാണ്? 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുന്നത്. 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുന്നത്. അപ്പൊ 16ന്റെ വർഗമൂലം എത്രയാണ്? 4. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തെ ആ സംഖ്യയുടെ വർഗം എന്ന് വിളിക്കുന്നു. വർഗമൂലമോ 5 ഇൻറ്റു 5 25. 25ന്റെ വർഗമൂലം എത്രയാണ്? 5. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. അതായത് 5 ഇൻറ്റു 5 25. അതായത് 25ന്റെ വർഗമൂലം 5. ഇനി ശ്രദ്ധിച്ചിരിക്കുക, -5 ഇൻറ്റു -5 അതും എന്താണ്? 25ആണ്. -5 ഇൻറ്റു -5 എന്താണ്? 25. അപ്പൊ 25ന്റെ മറ്റൊരു വർഗമൂലം എന്താണ്? -5. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും 25ന്റെ വർഗമൂലം. നമുക്കൊരു ക്വസ്റ്റ്യൻ പിന്നീട് കാണാം. 25 വർഗമൂലം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ 5ഉം -5 ഉണ്ടെങ്കിൽ ഈ 5ഉം -5 ഉള്ള ഓപ്ഷനാണ് നമ്മൾ കറപ്പിക്കേണ്ടത്. ഇനി നമുക്ക് വർഗവും വർഗമൂലവും റിലേറ്റഡ് PSC ചോദിച്ചിട്ടുള്ള കുറെ അധികം കണക്കുകൾ പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 16ന്റെ വർഗമൂലങ്ങൾ ഏവ. PSC ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 16ന്റെ വർഗമൂലങ്ങൾ ഏവ. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി -4, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി -4, +4. ഏതാണ് ആൻസർ? നമുക്കറിയാം -4, +4. -4, രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? -4, +4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 625ന്റെ വർഗമൂലം ഏത്? 625ന്റെ വർഗമൂലം ഏത്? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 30. ആൻസർ എന്താണ്? 25 ഇൻറ്റു 25 ആണ് 625. Therefore നമ്മുടെ ആൻസർ 25. ഇനി നമുക്ക് വർഗമൂലം എങ്ങനെ കാണാം എന്ന് പഠിക്കാം. വർഗമൂലം കാണാൻ പൊതുവായി 2 രീതികളുണ്ട്. ഏതൊക്കെയാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഘടകക്രിയ രീതി. മറ്റൊരു രീതിയാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് അഥവാ ഹരണക്രിയ രീതി. നമുക്ക് ഒരു ഉദാഹരണം പഠിക്കാം. 625ന്റെ വർഗമൂലം കാണുക. 625ന്റെ വർഗമൂലം കാണുക. 625ന്റെ വർഗമൂലം കാണുക. നോക്കിയേ, 625നെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ 125, 5,
25, again 5, 5. അതായത് 625 is equal to root of 5 into 5 into 5 into 5. ഇനി നോക്കിയേ, ജോഡികള് നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. 5 5. ആൻസർ റെഡി 25. ആൻസർ റെഡി 25. ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം, ശ്രദ്ധിച്ചിരിക്കുക. 625 5 കൊണ്ട് ഹരിച്ചപ്പോൾ 125, 125 5 കൊണ്ട് ഹരിച്ചപ്പോൾ 25, 25 5 കൊണ്ട് ഹരിച്ചപ്പോൾ 5. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 5ന്റെ പെയറായിട്ടുള്ള ജോഡികൾ, 5ന്റെ ജോഡികൾ നമ്മൾ ഓരോന്ന് സ്ക്വയർ റൂട്ടിന്റെ വെളിയിൽ എഴുതി ഇൻഡു ചെയ്തു, ആൻസറിലേക്ക് എത്തി. ആൻസർ റെഡി 5 × 5 25. 625 ഏത് സംഖ്യയോട് നിശേഷം ഹരിക്കാമെന്നുള്ള ക്ലാസ്, അതായത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി, അതായത് നിശേഷ ഹരണ പരിശോധന എന്ന ക്ലാസ് നമ്മൾ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവര് കാണുക. ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഇനി മറ്റൊരു രീതി, ലോങ് ഡിവിഷൻ മെത്തേഡ്, ഹരണക്രിയാ രീതി. എന്താണ്? 625 വലത്തെ സൈഡിൽ നിന്ന് സംഖ്യകളെ 2 സെക്ഷൻ തിരിക്കുന്നു. ഇപ്പോൾ സംഖ്യ 6. 6നകത്ത് നിശേഷം പോകുന്ന ഒരു സ്ക്വയർ പറഞ്ഞേ, നമുക്ക് നോക്കാം. 1 × 1 1, 2 × 2 4, 3 × 3 9. 6നകത്ത് നിശേഷം പോകുന്ന സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ആപ്റ്റ് ഏതാണ്? ഇവിടെ ആപ്റ്റ് 2 × 2 എത്ര എഴുതി? 4. 3 × 3 9 ആയി പോവും. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിച്ച് ഇനി കുറയ്ക്കാം. 6 ൽ 4 പോകുമ്പോ 2, 225. 225. ഇനി നോക്കിയേ, ഈ 2ന്റെ ഡബിൾ, അതായത് ഇരട്ടി നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. എത്ര കിട്ടി? 4. 2ന്റെ ഡബിള് 4. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. 4 നമുക്ക് കിട്ടിയ ആൻസർ. 4ന്റെ കൂടെ ഒന്നിട്ട് ഗുണിച്ചു നോക്കാം. 4 × 1 41 × 1 41. ഇനി 4ന്റെ കൂടെ 2 ഇട്ട് ഗുണിച്ചു നോക്കുന്നു. 2 2 × 4 24 84. ഇനി 4നോട് 3 ഇട്ട് ഗുണിച്ചു നോക്കുന്നു. 3 9 4 12 129. ഇനി നോക്കിയേ, 4ന്റെ കൂടെ നമ്മൾ 4 ഇട്ട് ഗുണിച്ചു നോക്കുന്നു. 4 16 സിസ്റ്റം 1 4 16 17 176. അതും ആപ്റ്റല്ല, അനുയോജ്യമല്ല. 45 × 5 കുറിച്ച് നോക്കാം. 5 25 സിസ്റ്റം 2 4 22 22 225. അപ്പോൾ ഏതാണ് ആൻസർ? ഇവിടെ 5 കൊടുത്തു, ഇവിടെ 5 കൊടുത്തു. എത്ര കിട്ടി? 225. ആൻസർ നമുക്ക് കിട്ടി 25. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക. 6നകത്ത് നിശേഷം പോകുന്ന സ്ക്വയർ 2, 2 × 2 4. കുറച്ചപ്പോ എത്ര കിട്ടി? 2. ഈ 25 താഴോട്ട് ഇറക്കി എഴുതി 225. ഈ 2ന്റെ ഡബിൾ എത്രയാണ്? 4. 4ന്റെ കൂടെ 5 പെയറായിട്ട് നോക്കുമ്പോൾ 4 × 5 4 5 × 5 എത്ര കിട്ടി? 225. ആൻസർ റെഡി 25. PS ചോദിച്ച മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക. 2 × 5 × 7 × 2 × 2 × 2 × 5 × 7ന്റെ വർഗമൂലം ചെയ്ത് കാണിക്കാം. 2 × 5 × 7 × 2 × 2 × 2 × 5 × 7. ജോഡികളായി വരുന്ന അഭാജ്യ ഘടകങ്ങൾ റൂട്ടിന് പുറത്തെടുക്കുക. 2 ജോഡി 5 7 2. ഇനി എന്ത് ചെയ്താൽ മതി? ഇവയെ ഗുണിക്കുക. ഈ 5 10 70 140. ആൻസർ റെഡി 140. വർഗമൂലം എന്താണ്? ആൻസർ 140. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60 മൈനസ് റൂട്ട് 144 ബൈ 400 മൈനസ് റൂട്ട് 256. ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം. നമുക്കറിയാം 60 മൈനസ് 144 വർഗമൂലം 12 ബൈ 400 മൈനസ്
256 വർഗ്ഗമൂലം 16 മൈനസ് ചെയ്യുമ്പം 48 384 വെട്ടിക്കളയുമ്പോൾ 1/8 48 48 48 1 384 48 8 ഫൈനൽ ആൻസർ 1/8. ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം √5 പ്ലസ് √9 പ്ലസ് √49 ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഈ സൈഡ് തൊട്ടുള്ള സംഖ്യയുടെ റൂട്ട് കണ്ടുവരിക. ഞാൻ ചെയ്ത് കാണിക്കാം, സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരിക്കാം. √5 പ്ലസ് √9 പ്ലസ് √49 റൂട്ട് എത്രയാണ്? 7. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 പ്ലസ് √60. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 പ്ലസ് √16 റൂട്ട് എത്രയാണ്? 4. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 4 9. ഫൈനൽ ആൻസർ √9 സ്ക്വയർ റൂട്ട് 3. ഇങ്ങനെയുള്ള കണക്കുകളിൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഓരോ സംഖ്യയുടെയും വർഗ്ഗമൂലം എടുത്ത് കൂട്ടി കൊണ്ടുവരിക. അവസാനം കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക. അടുത്ത നല്ലൊരു ചോദ്യം PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. √12 പ്ലസ് √12 പ്ലസ് √12 പ്ലസ് √12 പ്ലസ് എക്സെട്ര. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 12ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 12ന്റെ ഘടകങ്ങൾ, അതായത് 1ഉം 12ഉം 12ന്റെ ഘടകങ്ങളാണ്. അടുത്തത് 2ഉം 6ഉം 12ന്റെ ഘടകങ്ങളാണ്. 4ഉം 3ഉം 12ന്റെ ഘടകങ്ങളാണ്. അപ്പൊ സ്റ്റെപ്പ് 1 എന്ത് ചെയ്തു? നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിച്ചു 12ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിച്ചു. അതായത് 1ഉം 12ഉം 2ഉം 6ഉം 4ഉം 3. ഈ 3 ഘടകങ്ങളിലും വ്യത്യാസം 1 വരുന്ന ഘടകം ഏതാണെന്ന് നോക്കാം. വ്യത്യാസം 1. 12 മൈനസ് 1 11. 6 മൈനസ് 2 4. 4 മൈനസ് 3 1. വ്യത്യാസം 1 വരുന്ന ഘടകം ഏതാണോ അതിനെ മനസ്സിൽ ഓർക്കുക. വ്യത്യാസം 1 വരുന്ന ഘടകം ഏതാണോ അതിനെ മനസ്സിൽ ഓർക്കുക. ഇനി ശ്രദ്ധിക്കുക, റൂട്ടിനകത്ത് പ്ലസ് ചിഹ്നം ഉള്ളതുകൊണ്ട് വലിയ സംഖ്യയായിരിക്കും ആൻസർ. അപ്പൊ നമ്മൾ ആൻസർ റെഡി. ആൻസർ 4. ഒന്നുകൂടി പറയാം, വ്യത്യാസം 1 വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 4ഉം 3ഉം. പിന്നീട് ശ്രദ്ധിക്കുക, റൂട്ടിനകത്തുള്ള ചിഹ്നം ഏതാണ്? പോസിറ്റീവ്. റൂട്ടിനകത്തുള്ള ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ എന്നായിരിക്കും? 4. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മറ്റൊരു രീതിയിൽ കാണാം. അതായത് നമുക്ക് ഇവിടെ എല്ലാം മൈനസ് നോക്കാം. ഇങ്ങനെയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. √12 മൈനസ് √12 മൈനസ് √12 മൈനസ് √12 മൈനസ് എക്സെട്ര. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും വ്യത്യാസം 1 വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു, 4ഉം 3ഉം. റൂട്ടിനകത്തുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ചെറിയ സംഖ്യയായിരിക്കും ആൻസർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 2 രീതി നമ്മൾ കണ്ടു. റൂട്ടിനകത്തുള്ള ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ ആൻസറും, റൂട്ടിനകത്തുള്ള ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ ചെറിയ സംഖ്യ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. 5/10ന്റെ വർഗ്ഗമൂലം ഏത്? 5/10ന്റെ വർഗ്ഗമൂലം ഏത്? ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. a/mന്റെ വർഗ്ഗമൂലം a/m/2 ആയിരിക്കും. അതായത് a/mന്റെ വർഗ്ഗമൂലം എന്തായിരിക്കും? a/m/2. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? 5/10. ആൻസർ 5/10/2. അതായത് 5/5.
എന്താണ് നമ്മൾ പഠിച്ചത്? a raised to mന്റെ വർഗ്ഗമൂലം a raised to m/2 ആയിരിക്കും. മറ്റൊരു ചോദ്യം നോക്കാം. 7 raised to 10 ന്റെ വർഗ്ഗമൂലം എന്തായിരിക്കും? 7 raised to 5 10/2. ഇനി നമുക്ക് നോക്കാം 11 raised to 16 ന്റെ വർഗ്ഗമൂലം എന്തായിരിക്കും? 11 raised to 8. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്വേഷൻ എന്താണ്? a raised to m ന്റെ വർഗ്ഗമൂലം a raised to m/2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. 0.5ന്റെ വർഗം കാണുക. 0.5ന്റെ വർഗം കാണുക. ശ്രദ്ധിച്ചിരിക്കാം. 0.5ന്റെ വർഗം 0.5 × 0.5 5 25 രണ്ട് സ്ഥാനം 0.25. 0.5 × 0.5 = 0.25. ചിലപ്പോൾ ഇങ്ങനെ പീസ് ചോദിക്കാറുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 0.25. 0.25ന്റെ വർഗ്ഗമൂലം ഉണ്ട്. അപ്പൊ നമുക്കറിയാം 25ന്റെ വർഗ്ഗമൂലം 5. രണ്ട് സ്ഥാനം സ്ക്വയർ റൂട്ടിലുള്ളതുകൊണ്ട് വർഗ്ഗമൂലത്തിൽ ഒരു പോയിന്റ് കൊടുക്കുക. അത്ര കിട്ടിയ ആൻസർ 0.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.25ന്റെ വർഗ്ഗം കാണുക. 0.25 × 0.25 = 625. ഇവിടെ നോക്കിയേ, രണ്ടും 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ഇവിടെ നോക്കിയേ 1 2 3 സ്ഥാനങ്ങളുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 കൊടുത്തിട്ട് പോയിന്റ് കൊടുത്തു. ആൻസർ വേണ്ടി 0.065. ആൻസറിന് വേണ്ടി 0.065. ഇനി ചിലപ്പോൾ ബേസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 0.065. ആൻസർ എന്നായിരിക്കും? 625ന്റെ വർഗ്ഗമൂലം 25. ഇനി നോക്കിയേ, സ്ക്വയർ റൂട്ടിനകത്ത് എത്ര സ്ഥാനമുണ്ട്? 1 2 3 4. സ്ക്വയർ റൂട്ടിനകത്ത് 4 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഉള്ളതുകൊണ്ട് വർഗ്ഗമൂലത്തിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ആൻസർ വേണ്ടി 0.25. ഇതുപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചെഴുതി ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ വർഗ്ഗമേത്? PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ വർഗ്ഗമേത്? ഓപ്ഷൻ എ 1.6, ഓപ്ഷൻ ബി 0.16, ഓപ്ഷൻ സി 0.016, ഓപ്ഷൻ ഡി 0.00016. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദശാംശ സംഖ്യ പൂർണ്ണവർഗമാകണമെങ്കിൽ ദശാംശ ബിന്ദുവിന് ശേഷം ഉള്ള സംഖ്യകൾ ഇരട്ട സംഖ്യകളായിരിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ ദശാംശ ബിന്ദുവിന് ശേഷമുള്ള സംഖ്യ ഒറ്റ ഒരെണ്ണം, ഒന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ദശാംശ ബിന്ദുവിന് ശേഷം 2 സംഖ്യകളുണ്ട്, ഇരട്ട സംഖ്യയാണ്. ഇവിടെ നോക്കിയേ, ദശാംശ ബിന്ദുവിന് ശേഷം 1 2 3 മൂന്നക്ക സംഖ്യയാണ്. ഇവിടെ നോക്കിയേ, ദശാംശ ബിന്ദുവിന് ശേഷം 1 2 3 4 5 അതും ഇരട്ട സംഖ്യയല്ല. അപ്പൊ ഇവിടെ ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? 0.16. കാരണം എന്താണ്? ഒരു ദശാംശ സംഖ്യ പൂർണ്ണവർഗമാകണമെങ്കിൽ ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കണം. ഒന്നുകൂടി പറയാം, ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കണം. ഇവിടെ അക്കങ്ങളുടെ എണ്ണം 1, ഇവിടെ അക്കങ്ങളുടെ എണ്ണം 3, ഇവിടെ അക്കങ്ങളുടെ എണ്ണം 5. ഇവിടെ നോക്കിയേ, അക്കങ്ങളുടെ എണ്ണം 2. Therefore ആൻസർ 0.16. ഇന്ന് നമ്മൾ പഠിച്ചത് വർഗവും വർഗമൂലവും അഥവാ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ടോപ്പിക്കിലെ കുറച്ച് കണക്കുകളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ട് എഴുതിയെടുക്കുക. താങ്ക് യു.